സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യും. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായ ജയസൂര്യയ്ക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്ന നിഗമനത്തിലാണ് ഇഡിയുള്ളത്. ജയസൂര്യയും ഉടമ സ്വാതിക് റഹീമും തമ്മിലുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. സ്വാതിക് റഹീമുമായുള്ളത് ബ്രാൻഡ് അംബാസിഡർ ബന്ധം മാത്രമെന്നാണ് ജയസൂര്യയുടെ മൊഴി. നിതിൻ സേവർ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്നലെ മണിക്കൂറുകളോളം ജയസൂര്യ ഇഡി ചോദ്യം ചെയ്തിരുന്നു, വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് അറിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി ഇഡിക്ക് വ്യക്തത വരുത്തേണ്ടതുള്ളത്? ദിവ്യ, ഈ സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയസൂര്യയെ 2 തവണയാണ് ചോദ്യം ചെയ്തത്. 24-ാം തീയതിയും ഇന്നലെയുമായി മണിക്കൂറുകളോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ജയസൂര്യ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്നത്. ഏതായാലും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താൻ നോട്ടീസ് നൽകുമെന്ന് ഇഡി നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ബ്രാൻഡ് അംബാസിഡർ കരാർ അത് ജയസൂര്യയ്ക്ക് വലിയ കുരുക്കാകുമെന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. ജയസൂര്യ ഇഡിക്ക് നൽകിയിരിക്കുന്ന മൊഴി തനിക്ക് ഈ കമ്പനിയുമായി അല്ലെങ്കിൽ സ്വാതിക് റഹീമുമായി നേരിട്ട് ബന്ധമില്ലെന്നും, സ്വാതിക്കുമായി നേരിട്ട് ബന്ധമില്ലെന്നും ഈ കമ്പനിയുമായി ബ്രാൻഡ് അംബാസിഡർ കരാർ മാത്രമാണ് തനിക്കുള്ളതെന്നുമാണ് നിലവിൽ ജയസൂര്യ ഇഡിക്ക് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ സ്വാതിക് റഹീമുമായി ജയസൂര്യയ്ക്ക് ഉണ്ടോ എന്ന കാര്യം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് ജയസൂര്യയായിരുന്നു. മറ്റ് ഈ സ്ഥാപനം നടത്തിയ തട്ടിപ്പ് അല്ലെങ്കിൽ ഇതിൽ പങ്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അറിവുണ്ടായിരുന്നോ എന്ന കാര്യമെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജയസൂര്യയ്ക്ക് ഈ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിച്ചതിന് ലഭിച്ച പണം അത് ഈ കുറ്റകൃത്യത്തിൽ നിന്നുണ്ടാക്കിയ പണമാണ് എന്ന് ഇഡി പറയുന്നു. അതുകൊണ്ട് തന്നെ ആ പണം പിടിച്ചെടുക്കാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വാതിക് റഹീമിന് മറ്റ് പല സിനിമാ താരങ്ങളുമായി അല്ലെങ്കിൽ സിനിമാ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഈ ബന്ധങ്ങളൊക്കെ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുമാണ് ഇഡി പറയുന്നത്. അപ്പോൾ ഈ ആളുകളെ, ഈ സിനിമാ താരങ്ങളെ, ചില താരങ്ങളുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ തന്നെ പരസ്യങ്ങൾ അഭിനയിച്ചവരും പരസ്യങ്ങൾ നിർമ്മിച്ചവരുമൊക്കെയാണ്. അപ്പോൾ ഇവരെയും ഒക്കെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ ഇഡി ആലോചിക്കുന്നത്. ഏതായാലും ജയസൂര്യയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്ക് സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുറുകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.